കുറച്ച് വയസ്സായ ആൾക്കാർക്ക് നമുക്ക് ഈ മുട്ടിന് ചുറ്റും ഉണ്ടല്ലോ, മുട്ടിന് ചുറ്റും നല്ല നീരുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് നല്ല ഇങ്ങനെ ചുവന്നിട്ട് റെഡ്നെസ് ഇങ്ങനെ നിറഞ്ഞുണ്ടാവും. അപ്പോൾ പിന്നെ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ ഉണ്ടാവും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്നൊന്ന് പറഞ്ഞുതരാമോ? നീ ജോയിന്റ് പറയുമ്പോൾ അതിൽ 3 വലിയ എല്ലുകൾ വരുന്നുണ്ട്. പിന്നെ ലിഗമെന്റ്സും ബർസേസും അങ്ങനെ തുടങ്ങി ഒത്തിരി സ്ട്രക്ചേഴ്സ് ചേർന്നിട്ട് വരുന്നതാണ്. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക വെച്ചാൽ, ഇപ്പോൾ എന്തെങ്കിലും ഇടിയോ ചതവോ അങ്ങനെ ഉണ്ടെങ്കിൽ, മീൻസ് ഒരു ഇഞ്ചുറി, ഒരു ട്രോമ ഉണ്ടാവുക അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരാം. ഇപ്പോൾ ഗൗട്ടി ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ്, അത് ഒരു ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ പോലെ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിക് ആസിഡ്സിന്റെ ക്രിസ്റ്റൽസ് നമുക്ക് ഈ ജോയിന്റിൽ ഡെപ്പോസിറ്റ് അങ്ങനെ വരാം. അതുപോലെ പിന്നെ നമുക്ക് തേയ്മാനം വരും, അതായത് ഡീജനറേഷൻ ഉണ്ടാവുന്നതാണ്. അത് മേ ബി ഏജ് വെച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന ജോലി ഒരുപാട് സ്റ്റെപ്പ് കയറും, അല്ലെങ്കിൽ ഒത്തിരി നമുക്ക് മൂവ്മെന്റ്സ് കാലിനൊക്കെ വരുന്ന കേസുകളൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ടുള്ള ഡയറ്റും എക്സസൈസും ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വീണ്ടും ഇതുപോലുള്ള തേയ്മാനം കേസുകൾ വരാം. അങ്ങനെ പിന്നെ അകത്തുള്ള പല സ്ട്രക്ചേഴ്സിനും നീരുണ്ടാവുന്ന കേസുകളുണ്ട്. അപ്പം ഓവർ സ്ട്രെയിൻ വരുമ്പോഴാണ് കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതലും വരുന്നത് തേയ്മാനം ബേസ്ഡ് ആണ് ഏറ്റവും കൂടുതലും വരുന്നത്. നമ്മുടെ ആയുർവേദ ഭാഷ പറയുമ്പോൾ സന്ധിഗതവാദം എന്ന് പറയും. അതുപോലെ തന്നെ ഇപ്പോൾ ഒന്നെങ്കിൽ വീണിട്ടോ എന്തെങ്കിലും ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് വരാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻ ബേസ്ഡ് വരാം. അപ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ESR കൂടുതലായിരിക്കും. ഇനി നമുക്കൊരു സംശയമുണ്ട്, യൂറിക് ആസിഡ് കൂടുതലാണോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യാം. അപ്പോഴും ഇതുപോലെ തന്നെയാണ്, നമുക്ക് അത് വേദനയും നീരൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റൈറ്റ് ലെഗിലാണ് കൂടുതൽ നമുക്ക് പെയിനും സ്വെല്ലിങ്ങും കൂടുതൽ കാണുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാവരും വേദനയില്ലേ സാരമില്ല അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങ് കളയും. അപ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കൂടുതലും നമ്മൾ പ്രഷർ കൊടുക്കുന്ന ലെഫ്റ്റിലേക്ക് പോകും. അതെ, ഒന്നുകിൽ അങ്ങനെ മുണ്ട കാണും, ഇല്ലേ ചില അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരേ സ്ഥലത്ത് നമ്മൾ ചെന്ന് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. വലത് കാല് താങ്ങിയായിരിക്കാം അത്രയും കാലം നിന്നിട്ടുണ്ടാവുക. പൊതുവെ എല്ലാ മനുഷ്യർക്കുള്ള ഒരു പതിവ് സ്വഭാവമാണ് ഏതെങ്കിലും ഒരു കാലിൽ മാത്രം താങ്ങി നിൽക്കാൻ. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യും, ലെഫ്റ്റിൽ മാത്രമായിട്ട് താങ്ങി നിൽക്കാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നീരും വേദനയും കൂടുതൽ ലെഫ്റ്റിലേക്ക് മാറും. അപ്പോൾ 2 മുട്ടും എഫക്റ്റഡ് ആവും. എന്നാൽ നമ്മൾ എക്സ്റേയോ മറ്റെന്തെങ്കിലും എടുത്ത് നോക്കുന്ന സമയത്താണെങ്കിൽ റൈറ്റിലായിരിക്കും തേയ്മാനം കൂടുതൽ കാണുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസ് കൂടുതൽ കാണുന്നത്. പക്ഷെ വേദന കൂടുതൽ വരുന്നത് മറ്റതിലായിരിക്കും. അതുപോലെ അപ്പോൾ പല കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ വരാം, വന്നുകൂടെയില്ല. അത് ഓരോരുത്തരുടെയും ഇപ്പം ചെറിയ കുട്ടികൾക്കും വരാം, വലിയ ആൾക്കാർക്കും വരാം, പ്രായമുള്ളവർക്കും വരാം.